കൂടുതൽ തല്ല് വാങ്ങണ്ടെങ്കിലേ അടങ്ങി ഒതുങ്ങി പറയുന്നത് അനുസരിച്ചിരുന്നോ. ഇടി. അതെ, ഒച്ച പൊങ്ങിയാലേ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന നിന്റെ കഴുത്തെ ഞാൻ ഞെരിച്ചു കളയും. കേട്ടോടി. നിന്നെ ഇന്ന് ഞാൻ എത്ര തവണ കൃഷ്ണ കരഞ്ഞ് കാല് പിടിച്ചു. പക്ഷെ ഗാഥമോളോടുള്ള അമിത വാത്സല്യം കാരണം ഞാൻ സമ്മതിച്ചില്ല. അവളെയും അവളെ സ്നേഹിക്കുന്നവരുടെയും ജീവന് തന്നെ ഞാൻ വില പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. മരിക്കുമെന്നറിഞ്ഞിട്ടും ആ നാഗത്തറയിലേക്കും ആ നാഗക്കളത്തിലേക്കും ഞാൻ അവളെ പറഞ്ഞു വിട്ടു. അവൾ എന്നോട് പൊറുക്കുമായിരിക്കും, പക്ഷെ ദൈവം പൊറുക്കില്ല സിനി. അതിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. സിതാര ശ്രീനിവാസന് എല്ലാം ഉണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്. പക്ഷെ സ്വന്തം മകൾക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അടുത്തിരുന്നൊന്നും പരിചരിക്കാനുള്ള അവകാശമില്ല, യോഗമില്ല. മാം, ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃഷ്ണ പറഞ്ഞതുപോലെ മനസ്സിലെ സങ്കടങ്ങൾ ഒതുക്കി കഴിയാനേ പറ്റൂ. കൃഷ്ണ ഒരു വഴി കണ്ടുപിടിക്കും മാം. ഗോപാലൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാലും കൃഷ്ണയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല. അവള് സഹായിക്കും. സഹായിക്കുമായിരിക്കും. പക്ഷെ സിനി, ഗാഥമോളിപ്പോ ശ്രീനിവാസിന്റെ മുൻപിലാ. ഒരു തിരിച്ചറിവിന് അധിക സമയമൊന്നും വേണ്ട. ശ്രീനിവാസിനെ കുറിച്ച് അവളിന്റെ അടുത്ത് പറഞ്ഞിരുന്നത്, എന്നെങ്കിലും എന്റെ പപ്പ എന്ന് പറയുന്ന ഒരാൾ എന്റെ മുമ്പിൽ വന്ന് നിന്ന അയാളെ കൊല്ലുമെന്ന്. അവൾ അതിനും മടിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ശ്രീനിവാസ് വെറുതെ ഇരിക്കുന്ന? സിതാരെ തകർക്കാനായിട്ട് ഏറ്റവും വലിയ ആയുധമല്ല അയാളുടെ കയ്യിലിരിക്കുന്നത്, അത് ഉപയോഗിക്കില്ലേ അയാള്? എന്റെ ദൈവമേ, നടുക്കടലിലാണല്ലോ ഞാൻ. എങ്ങോട്ട് തൊഴണമെന്നറിയാതെ. കൃഷ്ണയ്ക്ക് ഇന്ന് വീട്ടിൽ പോകാം കേട്ടോ. കാലനങ്ങാതെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ പ്ലാസ്റ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ചില എക്സർസൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് സിസ്റ്റർ പറഞ്ഞു തരും. ഓക്കെ ഓക്കെ അല്ലേ? താങ്ക് യു ഡോക്ടർ. നോർമലി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ വേദനയോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ടൊന്ന് കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ ഡോക്ടർ. ശരി. ഇനിയിപ്പോൾ ടെൻഷൻ മാറിയല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇതെന്താ മോളെ, വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടും മുഖത്തൊരു സന്തോഷമില്ലാത്തെ? ഹോസ്പിറ്റലിൽ അത്രയ്ക്ക് പിടിച്ചു പോയോ? അങ്ങനൊന്നുമില്ല. ഞാൻ പോയി ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വരാം. മോളിക്കുട്ടി എല്ലാം എടുത്ത് വെച്ചോ. മോളിക്കുട്ടി. അങ്ങനെ കറക്റ്റ് ആയിട്ട് പറ, എന്താ കാര്യം? നീ പോയി കൃഷ്ണയെ എങ്ങനെയെങ്കിലും വിളിച്ചോണ്ട് വരണം. എവിടെന്നെങ്കിലും ഒരു പ്ലാസ്റ്റർ സംഘടിപ്പിച്ച് അവളുടെ കാലിൽ ഇടാൻ പറഞ്ഞാ മതി. അതിന് നീ തന്നെ ഏർപ്പാടാക്കിയ ഗുണ്ടകള് കൃഷ്ണയെ കൊന്നു കളഞ്ഞില്ലേ? അല്ല പിന്നെ ഞാനെങ്ങനെയാ കൃഷ്ണയെ കൊണ്ടുവരും? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. സ്വന്തം അമ്മ ഇവിടെ വന്ന് നിന്റെ കാരണം പുകച്ചിട്ടാ പോയത്. നീയേ അത്രയ്ക്ക് നല്ല മോളായതുകൊണ്ട്. കൂടുതൽ തല്ല് വാങ്ങണ്ടെങ്കിലേ അടങ്ങി ഒതുങ്ങി പറയുന്നത് അനുസരിച്ചിരുന്നോ. ഇടി. അതെ, ഒച്ച പൊങ്ങിയാലേ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന നിന്റെ കഴുത്തെ ഞാൻ ഞെരിച്ചു കളയും. കേട്ടോടി. നിന്നെ ഇന്ന് ഞാൻ
എന്താ എന്താ പറ്റി? അത് എന്റെ കൈ തട്ടി വീണതാ. ഏ ഹ, ഒരു അപകടം പറ്റിയതോടെ എൻ്റെ കുഞ്ഞൊന്ന് പതറിപ്പോയി അല്ലേ മണിക്കുട്ടി? വിഷമിക്കൊന്നും വേണ്ട മോളെ, ഇതൊക്കെ പെട്ടെന്ന് ശരിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പഴയതുപോലെ മോക്ക് ഓടി നടക്കാം. ആ സുനന്ദേ, ഞാൻ ഇറങ്ങുവാ. നോക്കിയിരുന്നാ പറ്റില്ല, എൻ്റെ കയ്യിൽ ടിക്കറ്റ് കുറേ ഉണ്ട്. കൃഷ്ണ എങ്ങോട്ടാ പോകുന്നേ? ആ ഞാനെന്തിനാ വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നേ? ഗോപാലമാമന്റെ കൂടെ കടയിലേക്ക് പോവാലോ. എന്ത് മണ്ടത്തരം നീ പറയുന്നേ? കൃഷ്ണ ഗോപാലേട്ടന്റെ കൂടെ കടയിലിരിക്കുന്നത് അനിയൻ സാറ് വേറെ ആരെങ്കിലും ഒക്കെ കണ്ടാലോ? ഞാൻ ഗോപാലമാമന്റെ കൂടെ കടയിൽ എന്നും നിൽക്കുന്നതല്ലേ. അതാ പറഞ്ഞത് മണ്ടത്തരമാണെന്ന്. ഗാഥ ഇപ്പൊ അനിയൻ സാറിന്റെ കൂടെ ഇല്ലേ? ഗാഥ കൃഷ്ണയാണെന്നല്ലേ അനിയൻ സാർ കരുതിയിരിക്കുന്നെ? അപ്പൊ പിന്നെ കൃഷ്ണയും കൂടി അവിടെ കണ്ട എന്താകുമെന്നാ ഞാൻ ചോദിക്കുന്നെ. അത് ശരിയാ മോളെ. മാത്രമല്ല കവല മുഴുവൻ ഇപ്പം അറിഞ്ഞു കാണും മോൾ ആശുപത്രിയിലാണെന്ന്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് വരെ മോൾ ഇതിനകത്ത് തന്നെ കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ മോള് സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ ഒന്നിച്ച് അനിയൻ സാർ അറിയും. ഛേ, ഗാഥ സാധാരണ അവസ്ഥയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗാഥ ഇവിടുന്ന് പറഞ്ഞയക്കായിരുന്നു. ഇതിപ്പോ അവളുടെ കാലൊടിഞ്ഞിരിക്കല്ലേ, അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ? മോളെ, അങ്ങനെ ചോദിച്ചാ ഒരു ഉത്തരവില്ലാത്ത കാര്യങ്ങളാ നമ്മുടെ മുന്നിൽ. ഒന്നുകിൽ ഗാഥയോ സിത്താരമേടോ ഒരു മാർഗം കാണണം, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി പിന്നീട് ആലോചിക്കാം. എന്തായാലും ഗോപാലേട്ടൻ ചെല്ല്, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. എന്റെ മോളെ, ഇതിൽ നീ കുറെയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഗോപാലേട്ടൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുമ്പിൽ വരും. അതുവരെ കാത്തിരുന്നേ പറ്റൂ. എനിക്ക് പേടിയാവുക സുനന്ദേച്ചി. അച്ഛൻ പാവാ, ഒരു ജന്മം മുഴുവൻ ചതിക്കപ്പെട്ട ഒരാളാ. അമ്മയും ഞാനും കൂടെ ചേർന്ന് ഇങ്ങനൊരു ചതി കൂടി നടത്തിയെന്നെങ്ങാനും അറിഞ്ഞാല് അച്ഛനത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എല്ലാം കണ്ടുകൊണ്ട് ദൈവം ഉണ്ടല്ലോ മോളെ, ഒരു വഴി നമുക്ക് കാണിച്ചു തരും. ഇത്രയും കാലം അമ്മയും നീയും അലഞ്ഞു നടന്നതല്ലേ, ഇപ്പോഴല്ലേ നീ നിന്റെ അച്ഛൻ്റെ അടുത്തെത്തിയത്. അത്ര പെട്ടെന്നൊന്നും ദൈവം നിങ്ങളെ പിരിക്കില്ല മോളെ.